ഹലോ എവരിവൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് CGLൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, CGLൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മാസം വരെ അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. ലാസ്റ്റ് മിനിറ്റിൽ സൈറ്റ് ഇഷ്യൂ വന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ? നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ, ഫസ്റ്റ് ടു ലാസ്റ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. എങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ അറിയാം, ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നതിൽ മാത്രം ഒരു കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൈറ്റിൽ കയറുന്നു, അതിനുശേഷം അപ്ലൈ നൗ കൊടുക്കുന്നു. CGL അപ്ലൈ നൗ കൊടുക്കുന്നു. അപ്പോൾ അപ്ലൈ നൗ കൊടുത്തതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്തു, നിങ്ങൾ സെൻറ്റേഴ്സൊക്കെ വെച്ചു. അതിനുശേഷം നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സിഗ്നേച്ചറും ഫോട്ടോയും അപ്ലോഡ് ചെയ്യുന്ന സെക്ഷനാണ്. അപ്പോൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് റെസൊല്യൂഷൻ. നിങ്ങൾക്ക് 10 to 20 KB ആണ് റെസൊല്യൂഷൻ നിങ്ങൾ വെക്കേണ്ടത്. അതുമാത്രമല്ല, നിങ്ങൾ ക്ലാരിറ്റി ഉള്ളൊരു സിഗ്നേച്ചർ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് CHSLൻ്റെയൊക്കെ എക്സാമിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് വന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും റിജക്റ്റ് ആയി കാണുമായിരിക്കും. കാരണം ഒത്തിരി ആസ്പിറൻസിന് സിഗ്നേച്ചർ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റായി പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു സിഗ്നേച്ചർ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 10 to 20 KB റെസൊല്യൂഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം ഇനി ഫോട്ടോ സെക്ഷനാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ മുൻപായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്യാലറിയിൽ നിന്ന് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു, അവർ പറയുന്ന റെസൊല്യൂഷനിൽ അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ലൈവ് ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോട്ടോ ആ ഒരു അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു ക്യാമറ ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സോളിഡ് കളറാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് സോളിഡ് കളർ ആയിരിക്കണം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്ലാസോ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇനി ഗ്ലാസ് മെറ്റീരിയൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് എഴുതി കാണിക്കും അങ്ങനെ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, നല്ലൊരു ലൈറ്റ് എക്സ്പോഷർ ഉള്ള സ്ഥലത്ത് തന്നെ പോയിരുന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫോട്ടോ റിജക്റ്റ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അതിലെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തൊട്ട് താഴെ ഒരു QR കോഡ് കാണും. അപ്പോൾ ആ QR കോഡിൽ നിങ്ങൾ സ്കാൻ ചെയ്യുക. QR കോഡിൽ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലായിരിക്കും പോകുന്നത്. പ്ലേ സ്റ്റോറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൈ SSC ആപ്പ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഫോട്ടോ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിലല്ലെങ്കിൽ അവർ ആ ഒരു കാര്യം എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കും, ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ലൈറ്റ് എക്സ്പോഷറുള്ള ഒരു സോളിഡ് കളറുള്ള ബാക്ക്ഗ്രൗണ്ടിൽ പോയി ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ട, കാരണം കറക്റ്റ് റെസൊല്യൂഷനിൽ തന്നെ ആയിരിക്കും അത് അപ്ലോഡായി പോവുക. ഇത്രയും കാര്യങ്ങളാണ് സിഗ്നേച്ചറും അതുപോലെ തന്നെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ കറക്റ്റ് ക്ലാരിറ്റിയുള്ള ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക, നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക, ആൻഡ് നിങ്ങൾ കറക്റ്റായിട്ട് എക്സാമിന് പെർഫോം ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും CGL കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.